ഓക്കെ, നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ബോഡി പാർട്സ് ആണ് അല്ലേ? വി ആർ ഡിസ്കസിങ് അബൌട്ട് അവർ ബോഡി പാർട്സ് അല്ലേ? ഓക്കെ, അപ്പൊ ഏതൊക്കെ ബോഡി പാർട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു? ഹെഡ്, ഇയർ. ഇഷാൻ, വാട്ട് ആർ യു ഡൂയിങ് there with your mouth? ഇഷാൻ. ഓക്കെ, ആരും ശബ്ദം ഉണ്ടാക്കരുത്. ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബോഡി പാർട്സിനെ കുറിച്ചാണ് അല്ലേ? our body parts. Let us learn about the body parts of our body അല്ലേ? Parts of our body നെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോ head, ear, mouth, shoulder, eye, nose, neck, elbow, chest, stomach, arm, fingers, knee, leg, foot അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ് അല്ലേ? അപ്പൊ നമ്മൾ ബോഡി പാർട്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി ആരാ പറയാൻ പോകുന്ന ബോഡി പാർട്സ്? അഭിരാമി, സജിത് മോളെ ഒന്ന് എല്ലാ ബോഡി പാർട്സും ഒന്ന് കാണിച്ചു മോളെ. Tell about your body parts. Head, Okay. eyes, nose, mouth, ear, Okay. fingers, hand, elbow. Where is your elbow? Elbow ഏതാണ്? elbow, Okay. Arm. arm, Arm എവിടെ? Okay. Neck. Show me your neck. Shoulder. Shoulder. Okay. Chest. Leg. Knee. Foot അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ്. അഭിരാമി, what are you doing there? Listen. Okay. അപ്പോ നമ്മൾ ബോഡി പാർട്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട് ദേ ഡു അല്ലേ? ബോഡി പാർട്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നത് നമ്മള് മുൻപത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? വാട്ട് ദേ ഡു എന്ന് പറഞ്ഞിട്ട്. അതായത് ബോഡി പാർട്സ് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളതാണ് അല്ലേ? മീര വാക്സ് ഓൺ ദ റോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മീര റോഡിൽ കൂടി നടക്കുന്നു വിത്ത് യൂസിങ് ഹർ leg അല്ലേ? മീര വാക്സ് ഓൺ ദ റോഡ്. ഷീ യൂസസ് ഹർ ലെഗ്സ് ടു വാക്ക്. നടക്കാൻ വേണ്ടി കാലുകൾ ഉപയോഗിക്കുന്നു അല്ലേ? മീര വാക്സ് ഓൺ ദ റോഡ്. ഷീ യൂസസ് ഹർ ലെഗ്സ് ടു വാക്ക്. നടക്കാൻ വേണ്ടി കാലുകൾ ഉപയോഗിക്കുന്നു. മീര റോഡിൽ കൂടി നടക്കുന്നു അല്ലേ? Then next one, Tom writes a letter. He uses his hands to write അല്ലേ? ടോം ലെറ്റേഴ്സ് എഴുതുകയാണ്. അവരെന്താ യൂസ് ചെയ്തത്? കൈകൾ യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്നു. അപ്പോ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഫൗണ്ട് ചെയ്യുന്നത്? നടക്കാൻ വേണ്ടി എന്ത് വേണം? കാല് വേണം അല്ലേ? എഴുതാൻ നമ്മള് കൈകളും യൂസ് ചെയ്യും അല്ലേ? അപ്പോ ലെഗ്സ് വാക്ക്, ഹാൻഡ്സ് റൈറ്റ് അല്ലേ? നടക്കാൻ കാലുകളും എഴുതാൻ കൈകളും. ഓക്കെ. Then mummy listen to music. She uses her ears to listen. Okay. Mummy listen to music. She uses her ears to listen. അല്ലേ? എന്താണ്? ചെവികള് ഉപയോഗിക്കുന്നുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ചെവികള് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുന്നു അല്ലേ? Okay. Then Tina aunty reads a newspaper. She uses her eyes to read അല്ലേ? Tina aunty reads a newspaper. She uses her eyes to read. അപ്പോ legs to walk, hands to write, ears to listen, eyes to read അല്ലേ? അപ്പോ എന്താണ്? കാലുകൾ എന്തിനാണ്? legs to walk and hands to write അല്ലേ? legs to walk, hands to write, ears to listen, eyes to read and mouth
to eat അല്ലേ? Farha eats her lunch. She uses her mouth to eat. ഇപ്പോഴെല്ലാവരും ലഞ്ച് കഴിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവരും ലഞ്ച് കഴിച്ചില്ലേ? അപ്പൊ എങ്ങനെയാ കഴിച്ചേ? മൗത്ത് കൊണ്ടല്ലേ? യൂസസ് മൗത്ത് ടു ഈറ്റ് അല്ലേ? ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തു? മൗത്ത് യൂസ് ചെയ്തു അല്ലേ? അപ്പോ എന്തൊക്കെയാണ് പറയുന്നത്? മീര walks on the road. She uses her legs to walk. Okay, uses her legs to walk. Tom writes a letter. He uses his hands to write. And Mummy listens to music. She uses her ears to listen. And then Tina auntie reads newspaper. She uses her eyes to read. അല്ലേ? അപ്പോ Farha eats her lunch. She uses her mouth to eat. അപ്പോ legs to walk, hands to write, ears to listen, eyes to read, mouth to eat അല്ലേ? ഭക്ഷണം കഴിക്കാൻ mouth യൂസ് ചെയ്യുന്നു, eyes read ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, hands is using to write and ears to used to listen. Okay, then legs to walk അല്ലേ? കാലുകൾ കൊണ്ട് നടക്കുന്നുണ്ട്, hands കൊണ്ട് എഴുതുന്നുണ്ട്, ears കൊണ്ട് എന്താണ് ലിസൺ ചെയ്യുന്നുണ്ട്, eyes to read അല്ലേ? വായിക്കാൻ വേണ്ടി eyes യൂസ് ചെയ്യുന്നുണ്ട്, then eat അല്ലേ? mouth to eat, ഫുഡ് കഴിക്കാൻ വേണ്ടി mouth യൂസ് ചെയ്യുന്നു. Okay, എന്താണ് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? ആഫ്റ്റർനൂൺ ക്ലാസ് ആയതുകൊണ്ട് ഉറക്കം വരുന്ന എത്ര പേരുണ്ട്? ആർക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്? ഗോഡ്വിൻ ഉറക്കം വരുന്നുണ്ട്. പിന്നെയോ ഉച്ചശേഷം ആയതുകൊണ്ട് ധ്യാൻ, ശ്രീഷ്ണ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട് അല്ലേ? ഉച്ചശേഷത്തെ ക്ലാസ് ആയതുകൊണ്ടാണല്ലേ എല്ലാവരും നല്ലോണം ചോറൊക്കെ ഉണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇപ്പോ ഉറങ്ങാൻ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആരാ നല്ലൊരു പാട്ട് പാടുക? ആരാ നല്ലൊരു അടിപൊളി പാട്ട് പാടാൻ പോന്നേ? ഓക്കെ, ശ്രീഷ്ണ പാടുന്നുണ്ട് അല്ലേ? നമുക്ക് ശ്രീഷ്ണയുടെ പാട്ട് കേൾക്കാം അല്ലേ? മിസ് ഇതുവരെ ശ്രീഷ്ണയുടെ പാട്ട് കേട്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, എന്താണ് ശ്രീഷ്ണ? മ്യൂട്ടായല്ലോ ശ്രീഷ്ണ, മ്യൂട്ടാണല്ലോ മോളെ. അൺമ്യൂട്ട് ചെയ്തേ, എന്നിട്ട് പതുക്കെ പാടിയ ഒരു പാട്ട്. എന്നാ അത് പാടിക്കോ. ഇതാരാ പഠിപ്പിച്ചു തന്നെ ശ്രീഷ്ണ? ഏച്ചി പഠിപ്പിച്ചതാ? ഓക്കെ, നല്ല പാട്ടാണല്ലേ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ,
കൃഷ്ണ അടുത്ത തവണ വേറൊരു നല്ല പാട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. ഇപ്പൊ നമ്മള് കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ പഠിച്ചാ മതി അല്ലേ? ചെറിയ ചെറിയ പാട്ടുകൾ. ഓക്കെ, നല്ല പാട്ടുകൾ. ഓക്കെ, ഇനി ആരാ പാട്ട് പാടാൻ പോന്നേ? എല്ലാവരുടെ ഉറക്കം ഒന്ന് പോട്ടെ. ഇനി ഗോഡ്വിൻ ആണ് പാട്ട് പാടാൻ പോകുന്നത്. ഗോഡ്വിൻ ആണ് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഗോഡ്വിന്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. ഗോഡ്വിൻ. കിഴക്ക് സൂര്യനുദിക്കുമ്പോൾ നേരം പയ്യെ പുലരുമ്പോൾ കൂട്ടിലെയെല്ലാം കൂകിയുണർത്തും കൊക്കര കൊക്കര പൂങ്കോടി. ചിക്കി ചികഞ്ഞ കൊത്തിപ്പെറുക്കി കൂകി നടക്കും പൂങ്കോടി. പൂവിൻ കിരീടം തലയിൽ ചൂടി ചമയിൻ വിലസും ചങ്ങാതി. പല പല വന്ന ചിറകടിയുള്ള അമ്മവാലൻ പൂങ്കോഴി. കോഴിക്കുഞ്ഞിന് അമ്മയ്ക്കും റാഞ്ചിയെടുക്കാൻ പൂങ്കോഴി. ആ, കോഴീന്റെ പാട്ടാണല്ലേ? നല്ല പാട്ടാണല്ലേ? നന്നായിട്ട് പാടി ഗോഡ്വിൻ. ഓക്കെ, കോഴീനെ ഇഷ്ടമാണോ എല്ലാവർക്കും? Yes, miss. ആ, ചിക്കൻ ഇഷ്ടമാണോ? ചിക്കൻ കറി? Yes, miss. ആ, ഇഷ്ടാണല്ലേ? മുട്ട. മുട്ടയാ? മുട്ടയാ ഇഷ്ടം? പൊറോട്ടയാ? പൊറോട്ട ചിക്കൻ കറിയാ ഇഷ്ടം? ആണോ? മിസ് ഇതെന്താ കളർ അടിക്കാത്തെ? കളർ അടിക്കാത്തയാ? എവിടെയാ ഗോഡ്വിൻ? എവിടെയാണ് മോനെ? ലാസ്റ്റ് പേജ് ആണോ? എവിടാണ് ഗോഡ്വിൻ? മിസ്സിന് കാണാൻ പറ്റുന്നില്ലല്ലോ. അതായത് പ്ലാന്റ്സിന്റെ ചാപ്റ്റർ ആണല്ലേ? അതാണോ? ഏതാണ് പറ ഗോഡ്വിൻ. അതാണോ? അതേതാടാ? ഓക്കെ, ലാസ്റ്റ് വൺ അല്ലേ? ആ, അത് നമുക്ക് ചെയ്യാട്ടോ. കളറിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് അല്ലെ? കളർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതെന്താണ്? റെയിൻബോക്ക് കളർ കൊടുക്കാനാണല്ലേ? അത് നിങ്ങൾ ചെയ്തോളൂ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. റെയിൻബോക്ക് കളർ കൊടുക്കുക, നന്നായിട്ട് കളർ കൊടുക്കുക. എന്നിട്ട് അന്ന് സെൻഡ് ചെയ്ത പോലെ എല്ലാവരും മിസ്സിന്റെ വാട്സപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, മിസ്സിന്റെ വാട്സപ്പില്, ഗ്രൂപ്പിലല്ല കേട്ടോ, മിസ്സിന്റെ വാട്സപ്പിൽ എല്ലാവരും നന്നായിട്ട് കളർ ചെയ്യുക. അതായത് റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ് ഈ കളേഴ്സ് ആണല്ലേ കൊടുക്കേണ്ടത്. ദിസ് ഇസ് ദ കളർ ഓഫ് റെയിൻബോ. റെയിൻബോ കളേഴ്സ് ആണിത്. ഓക്കെ, അപ്പൊ എല്ലാവരും അത് കളർ ചെയ്യുക. ഓക്കെ, അതേതാണ് മോനെ? അത് വേറെ ഏതോ സബ്ജക്റ്റ് ആണല്ലോ. പിന്നെ ഗോഡ്വിൻ ഏതാണ്? അത് മാത്സ് ആണോ ഗോഡ്വിൻ? ഓക്കെ, കളർ ദ ഷേപ്പ് അല്ലേ? ടിക് ദ ഷേപ്പ് ദാറ്റ് ഈസ് ഡിഫറെന്റ്. മോനെ ഗോഡ്വിൻ ഒന്നുകൂടെ കാണിച്ചു മോനെ. ഓക്കെ, പേജ് നമ്പർ പറഞ്ഞേ മോനെ ഗോഡ്വിൻ. എന്താടാ ഗോഡ്വിൻ? ഒന്നുമില്ല പ്രോബ്ലം? 40 ആണോ 14 ആണോ? മിസ്സേ അവൻ മാത്സിന്റെയാ നോക്കിയത്. ആ, എനിക്ക് തോന്നി. മാത്സിന്റെ ഷേപ്സ് കണ്ടപ്പോ മനസ്സിലായി. അടിക്കണോ? വേണ്ട, അത് മാത്സിന്റെ ടീച്ചർ ഗോഡ്വിനോട് പറയാ, അപ്പൊ ചെയ്താ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നെല്ലാവരും റെയിൻബോക്ക് കളർ കൊടുക്കുക കേട്ടോ. എല്ലാവരും റെയിൻബോക്ക് നന്നായിട്ട് കളർ കൊടുക്കുക. മിസ്സിന്റെ വാട്സപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ ഓക്കെ. ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് മിസ്സിന്റെ ഫോൺ നമ്പർ. കുറെ പേര് ഇപ്പൊ മിസ്സിനോട്
ഫോൺ നമ്പർ തരുമോന്ന് ചോദിച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് ഹോംവർക്ക് കളർ കൊടുത്തിട്ട് സെൻഡ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യണ്ട, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് എഴുതിയിട്ടൊക്കെ സെൻഡ് ചെയ്യാനുണ്ട്. അപ്പോ നമ്മൾ ഇത് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഡിസ്റ്റർബ് ആക്കണ്ട. ഓക്കെ, ഇതാണ് മിസ്സിന്റെ നമ്പർ. മിസ്സിന്റെ പേരറിയോ? പേരറിയാത്ത ആൾക്കാരുണ്ടോ? ഓക്കെ, അറിയാത്ത ആൾക്കാരുണ്ടല്ലേ, പേരറിയാത്ത. ഓക്കെ, ആയില്ലേ? ഓക്കെ, ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോ എന്താണ്? അപ്പൊ ഇപ്പൊ ഗോഡ്വിൻ ഒരു പാട്ട് പാടി അല്ലേ? ഇനി മഹദിയാണ് പാട്ട് പാടാൻ പോകുന്നത്. മഹദിയ, നമുക്ക് മഹദിയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? എല്ലാവർക്കും ഉറക്കം വരുന്നോണ്ടാണ് കേട്ടോ ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സില്. മഹദിയ, where are you? ഓക്കെ മഹദിയ, അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ, ഓ എന്താണ് മഹദിയ? ആ പാട്ട് പാടിക്കോ. Johnny, Johnny, yes, Papa. It is a game of Papa. Very nice, ma Papa. Open ma, ആ നല്ല പാട്ടാണല്ലേ മഹദിയ പാടിയത്. ഓക്കെ, ടീച്ചറിന്റെ പേര് നിമിഷ എന്നാണ്. നിമിഷ. ഓക്കെ, ഓക്കെ. അപ്പോ എല്ലാവരുടെ ഉറക്ക ക്ഷീണമൊക്കെ പോയോ ഇപ്പോ? ഓക്കെ, പോയോ? പോയില്ലേ ഗോഡ്വിൻ? കുഴപ്പമില്ലല്ലോ ഗോഡ്വിൻ, മുഴുവൻ പാട്ടുപാടി തീർക്കാനാ ഉദ്ദേശം? ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിക്ക. ആ ഓക്കെ, നമ്മളപ്പോ എന്താണ് പറഞ്ഞത്? ഹാൻഡ്സ് നമ്മള് എന്തിന് യൂസ് ചെയ്യും? റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ലെഗ്സ് ടു വാക്ക് ആൻഡ് ഹാൻഡ്സ് ടു റൈറ്റ്. അർജുൻ മോൻ രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അർജുൻ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ മോനെ? ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ 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 ഓക്കെ. ഹാൻഡ്സ് ടു റൈറ്റ്, legs to walk, ear to listen, eyes to read and mouth to eat അല്ലേ? അപ്പൊ നമ്മുടെ ബോഡി പാർട്സ് കൊണ്ട് ദേവപ്രിയ, what happened there? ദേവപ്രിയ എന്താണ് മോളെ? എന്തിനാണ് ഇപ്പൊ കരഞ്ഞത്? നമുക്ക് പാട്ട് പാടണം. പാട്ട് പാടാൻ സമ്മതിക്കാത്തോണ്ട് കരഞ്ഞതാ? ഓക്കെ, നമുക്ക് ഇന്ന് ദേവപ്രിയയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഇനി കരയുന്നവരുടെ ഓരോരുത്തരുടെ ആയിട്ട് പാട്ട് പാടിക്കും. ഓക്കെ, വേഗം പാടിക്കും. Tingle, tingle, little star, how I wonder what you are. Up the way so high, like a diamond in the eye. ഓക്കെ, ദേവപ്രിയ പാട്ട് പാടിയേ നന്നായിട്ടില്ലേ? ഓക്കെ ഓക്കെ, ഇനി ആരാ ഒരു പാട്ട് പാടാൻ പോന്നേ? ഇനി ആരാണ്? ഓക്കെ, ഇഷാൻ ആണോ പാടുന്നത്? ഇഷാൻ, എല്ലാവരുടെയും പാട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും പാട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ, ഉച്ചശേഷം. ഓക്കെ.
കുറച്ച് പഠിക്കാൻ നമുക്ക് കുറെ പാട്ട് പാടാം അല്ലേ? Okay, Ishan. What happened there? Ishan, okay. Itsy bitsy spider climb up the water spout. Down came the rain and washed the spider out. Out came the sun and dried up all the rain. So the itsy spider climb up the water spout. കഴിഞ്ഞോ? ഓക്കെ കഴിഞ്ഞു. ഓക്കെ, നന്നായിട്ടുണ്ടല്ലോ ഇഷാന്റെ പാട്ട്. നല്ലൊരു ഇംഗ്ലീഷ് പാട്ടാണല്ലേ പാടിയത് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല നല്ല പാട്ടൊക്കെ പഠിച്ചിട്ട് വരണം അല്ലേ? എന്താണ് ഉച്ചശേഷം ആയോണ്ടാണോ ആർക്കും ഒരു ഉഷാറില്ലാത്തത്? ആഫ്റ്റർനൂൺ ക്ലാസ്. ഓക്കെ, അപ്പോ ഗോഡ്വിൻ വാട്ട് ആർ യു ഡൂയിങ് there? ഗോഡ്വിൻ ഒരുപാട് സിമ്പിൾസ് ഒക്കെ ഇങ്ങനെ അയക്കുകയാണല്ലേ ഗോഡ്വിൻ. ഓക്കെ, അപ്പോ ഇതൊന്ന് നോക്കുക എല്ലാവരും. നമ്മള് ആദ്യം ബോഡി പാർട്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? കുറെ ബോഡി പാർട്സിനെ കുറിച്ച് പഠിച്ചു. ഹെഡ്, ഐ, ഇയർ, നോസ്, മൗത്ത്, നെക്ക്, ഷോൾഡർ, ചെസ്റ്റ്, എൽബോ, ആം, stomach, fingers, knee, leg, foot. These are our body parts. And legs to walk, hands to write, ears to listen, eyes to read, and mouth to eat. Shansa Fatima, what are you doing there? Shansa, listen. Okay, class is ready, Shansa. Okay. Don't play with your laptop or mobile phone. Okay, നമ്മുടെ ഫോണില് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും, ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ മോളെ ഷൻസ. ഓക്കെ, ഡോണ്ട് പ്ലേ, കളിക്കരുത്, വെറുതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പാട്ട് പാടാം നമുക്ക്, കുറച്ച് കളിക്കാം, കുറച്ച് കഥ പറയാം, കുറച്ച് പഠിക്കാം, ഒക്കെ ചെയ്യണ്ടേ? ഓക്കെ, ഒരുപാട് ക്ലാസ് ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ? മടുപ്പായിട്ട് തോന്നുന്നുണ്ടാവും അല്ലെ? കണ്ടിന്യൂസ് ക്ലാസ് ഒക്കെ ഉണ്ടാവുമ്പോ. പക്ഷെ നമ്മൾ കുറച്ച് പഠിക്കണം അല്ലേ? നമുക്കിനി എത്രാം ക്ലാസ്സിലോട്ടാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്? 1ാം ക്ലാസ്സിലോട്ടാണല്ലേ? UKG യിൽ നിന്ന് ജയിച്ചാൽ മാത്രമേ പോവുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാവരും 1ാം ക്ലാസ്സിൽ പോകുമ്പോ കുറച്ചുപേര് UKG തന്നെ ഉണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പോ എല്ലാവരും ഇത് നന്നായിട്ട് നോക്കുക, ബോഡി പാർട്സ് നോക്കുക, ബോഡി പാർട്സ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. എക്സാമിനൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ബോഡി പാർട്സ് ഒക്കെ എങ്ങനെയാണ്, എന്താണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? അത് ഒന്നുമില്ല അല്ലെ? നമുക്ക് തന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ? ഡ്രോ ലൈൻസ് ടു പോയിന്റ് ഔട്ട് ദീസ് ബോഡി പാർട്സ്. അതൊക്കെ നമ്മൾ ചെയ്തതാണ് അല്ലേ? ലൈൻസ് വരച്ചിട്ട് ബോഡി പാർട്സിനെ പോയിന്റ് ഔട്ട് ചെയ്യുക. ദെൻ match the body parts with what they do. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാനത്തില് ബോഡി പാർട്സിനെ മാച്ച് ചെയ്യിക്കാം. ഇതായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? ഇതിൽ നമ്മൾ ചെയ്യാനുണ്ടായിരുന്ന ആക്ടിവിറ്റി ആണത് അല്ലേ? നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ആക്ടിവിറ്റി ആയിരുന്നു അത്. അതും എല്ലാവരും ചെയ്തു അല്ലേ? ഓക്കെ, ഇനി എന്താണ്? ഇനി നമ്മള് മൈ ഫാമിലി ആൻഡ് ഐ ആണല്ലേ? അതും നമ്മൾ ചെയ്തതാണ്. അപ്പോ നമ്മുടെ ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം എന്ന് പറഞ്ഞു അല്ലേ? മൈ നെയിം ആൻഡ് ഐ എം എ ബേബി ഓർ ഐ എം എ UKG സ്റ്റുഡന്റ്, എന്തും പറയാം അല്ലേ? ഞാനൊരു ബേബിയാണ്, അല്ലെങ്കിൽ ഞാൻ UKG യിലാണ് പഠിക്കണത് അല്ലേ? ദെൻ ഐ ലിവ് വിത്ത് മൈ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? നന്നായിട്ട് പാരന്റ്സിന്റെ കൂടെ ഇരുന്നിട്ട് ഇതൊന്ന് വായിക്കണം. അതായത് മൈ ഫാമിലി ആൻഡ് ഐ അല്ലേ? ഇതൊന്ന് നന്നായിട്ട് വായിക്കുക. ഐ ആം ടിൻറ്റിൻ, ഐ ആം എ ബേബി, ഐ ലിവ് വിത്ത് മൈ ഗ്രാൻഡ് പാരന്റ്സ്, പാരന്റ്സ്, ബ്രദർ ആൻഡ് സിസ്റ്റർ, they are my family. Okay, the people in a family love one another അല്ലേ? ഒരു ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ പരസ്പരം ലവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഫാമിലിനെ കുറിച്ചും ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ,
this is Tintin's family and we must introduce ourselves with our family. Okay, നമ്മുടെ ഫാമിലിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോ I am Tintin എന്ന് പറയുന്നിടത്ത് എന്താ പറയാ? I am നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറയാ, നമ്മുടെ ഫാമിലിനെ ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോ ഇത് നന്നായിട്ട് വായിക്കണം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ പോർഷൻസ് ഒക്കെ എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, ഈ ഫാമിലി ആൻഡ് ഐ നന്നായിട്ട് വായിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊന്നുകൂടെ പറയാം അല്ലേ? എന്താണ് മൈ ഫാമിലി ആൻഡ് ഐ, ഹൗ ടു ഇൻട്രൊഡ്യൂസ് ourselves with our family എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാമല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം? നല്ല നല്ല പാട്ടൊക്കെ പഠിച്ചിട്ട് വരണം. ഓക്കെ, നല്ല നല്ല പാട്ട് പഠിക്കുക. ഓക്കെ, നല്ല കഥ പഠിക്കുക. നമുക്ക് ആഫ്റ്റർനൂൺ ക്ലാസ്സിൽ ഒരു പാട്ടും കഥയൊക്കെ ആയിട്ട് അങ്ങ് പോവാ അല്ലേ? ഓക്കെ, നന്നായിട്ട് പാട്ടും പഠിക്കണം, നമ്മുടെ പോർഷൻസും പഠിക്കണം. ഓക്കെ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ, ഇന്നിനി ക്ലാസ് ഇല്ലല്ലോ. ഓക്കെ, എല്ലാവരും പോയിട്ട് കുറച്ചു നേരം നന്നായിട്ട് കളിച്ച് റിഫ്രഷ് ആയിട്ട് വാ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? ഓക്കെ, കുറച്ചു നേരേ കളിക്കാൻ പാടുള്ളൂ. ഇഷാൻ കളിക്കാൻ പറഞ്ഞപ്പോ അമ്മേനെ നോക്കി ചിരിക്കുകയാണല്ലേ ഇഷാൻ? കുറച്ച് സമയം മാത്രം എല്ലാവരും കളിച്ചിട്ട് വരിക, പിന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ റെയിൻബോ ഒക്കെ കളർ ചെയ്യുക, അത് സെൻഡ് ചെയ്യുക. ഓക്കെ ഓക്കെ, ബൈ.